എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് TCSൻ്റെ ഒരു നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. നമുക്ക് ആദ്യം TCSൻ്റെ ചാർട്ട് നമ്മൾ നോക്കണം. അതുകൂടാതെ ആ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യേണ്ടത് നോക്കണം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയും കൂടി വെച്ച് നോക്കണം. എന്നിട്ട് വേണം നമുക്കൊരു ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യാനായിട്ട്. നമുക്കിത് മൂന്നും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നതാണ് TCSൻ്റെ ഇൻട്രാഡേ ചാർട്ട്. നമുക്കിവിടെ ഇൻട്രാഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അല്ല, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു പോയി ഇവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ കൂടിയും ഈ റെസിസ്റ്റൻസ് ഇതിന് കയറാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ഏകദേശം ഒരു 3950 റേഞ്ചാണ്. ഈ റെസിസ്റ്റൻസ് കയറാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് വന്നു 3800 ഏരിയയിൽ. അതിനുശേഷം നാരോ റേഞ്ചായിട്ട് ഇവിടെ വന്ന് നിൽക്കുള്ളൂ. ഇനി മിക്കവാറും ഈ റേഞ്ച് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി പോകാം, കണ്ടീഷൻ നമ്പർ 1. അല്ലെങ്കിൽ ഈ റെഡ് കാൻഡിൽ, ഇവിടെ ഒരു റെഡ് കാൻഡിൽ കാണുന്നില്ല, അതിൻ്റെ ഈ പോയിന്റ്, ഈ ഏരിയ, അതായത് 3571, ഈ ഏരിയ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫർദർ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഇവിടം വരെയോ അല്ലെങ്കിൽ ഇവിടം വരെയോ ഇത് എത്താം. 3571 താഴ്ന്നാൽ. അപ്പോൾ ഈ രണ്ട് ഏരിയയുടെ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയ, അതായത് 3850 ഇത് 3850, ഇത് 3571. മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ റേഞ്ച് ട്രേഡ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു, ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ രണ്ട് പോയിന്റ്, കാരണം ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. സപ്പോസ് ഗ്രാഫ് വെച്ചിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോകണമെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് താഴേക്ക് വേണമെങ്കിൽ നമുക്കൊരു ബെയറിഷ് സ്ട്രാറ്റജി. പക്ഷേ ഇതിൻ്റെ രണ്ടിലും മിഡിലാണ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിലൊരു നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജി, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരും ദിവസങ്ങൾ ക്ലോസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇവിടെ നിന്ന് മാർക്കറ്റ് കയറി പോയാൽ നമ്മുടെ സ്ട്രാറ്റജി വാല്യുബിൾ അല്ല, നമുക്ക് ലോസ് സംഭവിക്കും. ഇവിടെ നിന്ന് താഴേക്ക് വന്നാലും നമുക്ക് ലോസ് സംഭവിക്കും. അപ്പോൾ ഈ രണ്ട് റേഞ്ചുകൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ റേഞ്ചിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി വിറ്റുമാറാം. അപ്പോൾ എത്ര ലോസ് ഉണ്ടാവും അത് നമ്മൾ സഹിക്കാൻ തയ്യാറായിട്ട് വിറ്റുമാറുക എന്നാണ് ഇതിലൊരു സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് പോകാം. എന്താണ് ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ? നമുക്കിപ്പോൾ കണ്ടു, നമുക്ക് ഈ റേഞ്ച് എന്ന് വെച്ചാൽ 38 സംതിങ്. ആ റേഞ്ചും താഴേക്കാണെങ്കിൽ 3570 38. ആ റേഞ്ചാണ് നമ്മൾ നോക്കാനുള്ളത്. ആ റേഞ്ചിന് താഴെ പോകരുത് മാർക്കറ്റ് ഒരിക്കലും. അപ്പോൾ ഇതാണ് TCSൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കുക. നമുക്കിവിടെ കാണാനറിയാം TCSൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ, TCS NSE സൈറ്റിൽ. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം 3600-ൽ നല്ല 3388 ലോട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൊടുക്കുന്നത്. ഇത്രയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ ഒരിടത്തും ഇല്ല, ഇത് കൂടുതൽ. അപ്പോൾ ഈ 3600-ൻ്റെ പുട്ടിൽ ഇത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഈ 3600 ഇവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ ചേഞ്ചസ് വരാം, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാം, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ കറണ്ട് പൊസിഷൻസിലാണ് നമ്മളിപ്പോൾ പറയുന്നത് 3600 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. നമ്മളത്തെ ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ. നാളെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. അപ്സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ 6763 3800 കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിലുള്ളത്. 3000. അപ്പോൾ 3800 ഒരു മേജർ
റെസിസ്റ്റൻസും 3600 ഇവിടെ ഒരു സപ്പോർട്ടും ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അല്ല അപ്പോൾ ഈ ഏരിയയിൽ കറണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഈ ഏരിയയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ TCS അടിച്ചു കൊടുക്കുന്നു, ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ മന്ത്ലി ആയതുകൊണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ 3800 കോള്, നമ്മൾ 3800 കോള് സെല്ലാണ് ചെയ്യുന്നത്. നമ്മൾ 47 രൂപ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. 47 സെല്ല് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് 3600 പുട്ടിടുക. അപ്പോൾ ഇവിടെ 3600 PE നമ്മൾ സെല്ല് കൊടുത്തു. ഇവിടെ ഓൾറെഡി നമ്മൾ പ്രീവിയസ് കൊടുത്തിട്ടുണ്ട്. ഓരോയിലോട്ട് സെല്ല് കൊടുത്തു, അതും സെല്ല് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നമ്മൾ നാക്കഡ് സെല്ല് പൊസിഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ലോസാണ് സംഭവിക്കേണ്ടത്. മാക്സിമം ലോസ് അൺലിമിറ്റഡ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും ആരും നമ്മൾ റിട്ടെയിൽ ട്രേഡേഴ്സ് ഒരിക്കലും ചെയ്യാൻ അൺലിമിറ്റഡ് ലോസ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ 2 പൊസിഷനും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമുക്കത് ഒരു ആഡ് ചെയ്താനായിട്ട് 3500 പുട്ടൊരു ബൈയും കൂടി കൊടുക്കുക, ഒരു ലോട്ട് ബൈ കൊടുക്കുക ഹെഡ്ജിങ് പൊസിഷന് വേണ്ടിയിട്ട്. നമ്മൾ 3800 കോള് സെല്ല് ചെയ്തിട്ടുണ്ട്. അതിന് വരെ അതിൻ്റെ മുകളിലുള്ള ലോട്ട് സ്ട്രൈക്ക് പ്രൈസ് 3900 കോള് നമ്മൾ ബൈയും ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ചാർട്ട് എങ്ങനെ വന്നതുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇങ്ങനെ വന്നു. ഇപ്പോൾ നമ്മൾ മാക്സിമം ലോസ് അൺലിമിറ്റഡ് അല്ല, അത് മാറിയിട്ട് നമുക്ക് ഇതിൽ ലോസ് വരുന്നത് 9300 രൂപയുടെ നമുക്ക് ഇപ്പോൾ കണ്ടീഷൻ ലോസ് വരാം. നമുക്ക് മാക്സിമം പ്രോഫിറ്റ് അല്ല, നമ്മൾ പറഞ്ഞ റേഞ്ചിൽ ഇത് ക്ലോസ് ചെയ്താൽ 8164 രൂപയുടെ നമുക്ക് ഇതിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ സ്ട്രാറ്റജി ചെയ്യാനായിട്ട് ഏകദേശം 66,000 രൂപയോളം വേണ്ടി വരും ഈ സ്ട്രാറ്റജി നമുക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ. ഈ ഗ്രീൻ കാണുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ. ഇതിനുള്ളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അതായത് നമ്മൾ ചാർട്ട് വെച്ച് നോക്കിയാൽ ആ ഏരിയയാണ്. അതായത് 3000 അപ്പ് സൈഡ് 3846 ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 3554 3846 മുകളിൽ പോകണമെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കും. 3554 താഴെയാണെങ്കിൽ നമുക്ക് ലോസ്. അപ്പോൾ ഈ ഏരിയ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ഈ ഏരിയ എത്തുമ്പോൾ ഈ പൊസിഷൻസ് ക്ലോസ് ചെയ്യുകയാണ് അഭികാമ്യം, അല്ലെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കും. അപ്പോൾ ഈ ഏരിയ നമ്മൾ ചാർട്ട് വെച്ച് നോക്കിയാൽ ആ ചാർട്ട് നോക്കി കണ്ടില്ല. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക്, ആ ചാർട്ടിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും അപ്പ് സൈഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. താഴേക്കുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്കും വരും. അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് അപ്പോൾ ഇതിനുള്ളിലാണ് ക്ലോസ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ഇത്ര പ്രോഫിറ്റ് കിട്ടുക. അതായത് 8164 നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ദിവസത്തെ TCSലെ ചാർട്ടും അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റും വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നോൺ ഡയറക്ഷണൽ TCSൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.